ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ക്ലയൻസിനോട് പച്ചക്കറിയുടെ കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കുന്നത്. അതിനെന്താ ഇവിടെ പ്രസക്തി എന്ന് അവർ ചോദിക്കുമ്പോൾ, പ്രസക്തി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ബിസിനസ് ആവുമ്പോൾ ഇതൊക്കെയാണല്ലോ നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ. ഇപ്പൊ തന്നെ 5 വർഷത്തെ കാര്യമൊക്കെ എന്തിനാ എടുക്കുന്നത്? ഒരു മാസത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? കൂടുന്നതല്ലാതെ കുറയുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ക്ലയൻസ് പറയും, സോറി മാഡം, ഞങ്ങൾ ഈ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അശ്വിൻ ശ്രുതി എങ്ങനെ കൈകൊണ്ട് വിളിച്ചിട്ട് കമ്പനിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പറയാണേ. അതെ അതെ, കമ്പനിയുടെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളുടെ പുതിയ ബിസിനസ് ആരംഭിച്ചിട്ട് ഇപ്പൊ അധികമൊന്നും ആയിട്ടില്ല, പക്ഷെ അതിന് നല്ല ഓർഡർ കിട്ടുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഞങ്ങളെ പറ്റി നല്ല മതിപ്പാണ്. ഇത് കേൾക്കുന്ന അശ്വിൻ, വാട്ട് ദ ഹെൽ, ഇവിടെ വെച്ച് നീ എന്തിനാ അതൊക്കെ സംസാരിക്കുന്നത് എന്ന് ആ വയ്യാത്ത തൊണ്ട വെച്ചിട്ട് പറയുന്നുണ്ട്. അതെ അതെ, ഞാൻ അതിനെ കുറിച്ചാണ് പറയാൻ വരുന്നത്. മേഡം എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ക്ലയൻസ് ചോദിക്കുമ്പോൾ, നോക്കൂ മിസ്റ്റർ, പച്ചക്കറിക്കിപ്പോൾ വില കൂടി നിൽക്കുമല്ലേ, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന റേറ്റിന് ഞങ്ങൾക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് തരാൻ പറ്റില്ല. വീണ്ടും നമ്മുടെ അശ്വിൻ വാട്ട് ദ ഹെൽ എന്ന് പറയുമ്പോഴേക്കും ക്ലയൻസ് ചോദിക്കും, സാർ എന്താ ഈ പറയുന്നത്? അദ്ദേഹം അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാ അദ്ദേഹവും പറയുന്നത് എന്ന് മാറ്റി പറയാട്ടോ ശ്രുതി. ഇത് കേൾക്കുന്ന അശ്വിനാണെങ്കിൽ ചൂടാവാണ് കേട്ടോ. നോക്കൂ മിസ്റ്റർ ജി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാറ്ററിംഗിൽ ജോയിൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ റേറ്റിനൊന്നും ഡീൽ സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറിക്ക് ഇപ്പൊ നല്ല റേറ്റ് അല്ലേ. ഇത് കേൾക്കുന്ന അശ്വിൻ വീണ്ടും ചൂടായിട്ട് പറയുന്നത്, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? എന്താ ഇപ്പൊ സാർ പറഞ്ഞതെന്ന് ക്ലയൻസ് ചോദിക്കുമ്പോൾ, അതോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഡീൽ അങ്ങ് വിട്ടേക്കാനാ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 25% കമ്മീഷന് ഞങ്ങൾ കരാറിൽ ഒപ്പിടാം. അപ്പോഴേക്കും നമ്മുടെ ക്ലയൻസിന് അങ്ങ് ചൂടാവാണ് കേട്ടോ. ലുക്ക് മിസ്റ്റർ സാർ, ഞങ്ങൾ വന്നത് ഇങ്ങനെ ഒരു ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. വി ആർ ലീവിങ്. നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിച്ചിട്ട് മറ്റൊരു ദിവസത്തേക്ക് മീറ്റിംഗ് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ, മീറ്റിംഗ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുക എന്ന് പറയാട്ടോ ശ്രുതി. അങ്ങനെ ക്ലയൻസ് ഒക്കെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അശ്വിൻ ശ്രുതിയെ നോക്കിയിട്ട്, നിന്റെ സ്റ്റുപ്പിഡിറ്റി ഇവിടെയല്ല കാണിക്കേണ്ടത്. പ്ലീസ് സർ, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഈസി ആയിട്ട് എനിക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾക്കല്ലേ എന്നെ കുറിച്ച് സംശയം എന്ന് ചോദിക്കുമ്പോൾ, ഈ ഡീലിന് നിന്നെ ഇവിടെ നിർത്തിയ എന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാട്ടോ അശ്വിൻ. ഓക്കെ സാർ, ശരിയാക്കാം സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ആകാശ് അങ്ങോട്ട് വരികയാണ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ശ്രുതി, എത്ര വലിയ ബിസിനസ്സാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് അറിയോ? നീ എന്തിനാ കാറ്ററിംഗ് സർവീസിനെ കുറിച്ചൊക്കെ അവരോട് പറയാൻ പോയേ? സോറി ചേട്ടാ, ഞാൻ കൂടെ വേണമായിരുന്നു ഈ മീറ്റിങ്ങിന്. ഞാൻ അവരെ പിടിച്ചു നിർത്തിയിട്ടാ ഇങ്ങോട്ട് വന്നത്. ഞാനൊന്ന് അവരോട് പോയി സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അശ്വിൻ ഓക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആകാശ് അങ്ങ് പോവാണ് അവരുടെ അടുത്തേക്ക്. അങ്ങനെ അവരോട് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാതെയാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അവരും പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് അവരുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ 25% അല്ല 50% ക്യാഷ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാം. ആ 50% ഇപ്പൊ തന്നെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ് ഏട്ടനോട് ചോദിച്ച് എഗ്രി ചെയ്യാ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ പോലീസ് വരുന്നുണ്ട്. മിസ്റ്റർ ഗോപനും ഗോവിന്ദും അല്ലേ? എന്താ സാർ കാര്യം? എന്താ കാര്യം എന്ന് നിങ്ങൾക്കറിയില്ലേ? യു ആർ അണ്ടർ മൈ കസ്റ്റഡി എന്ന് പറയുമ്പോഴേക്കും ആകാശ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ സർ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പോലീസ് വരെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. രണ്ടും പക്കാ ഫ്രോഡുകളാണെന്നുള്ള കാര്യം. അങ്ങനെ അവരെ പിടിച്ചിട്ട് പോന്നു. അപ്പോഴേക്കും നമ്മുടെ അശ്വിനും വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ശ്രുതി പറയും, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവരുമായിട്ടുള്ള ഒരു ഡീലും നമുക്ക് വേണ്ട എന്നുള്ള കാര്യം. അപ്പോൾ ആകാശ് അതിനെ കുറിച്ചിട്ട് തിരക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയോട്. ശ്രുതി പറയും, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇവരെ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, എനിക്കെന്തോ ഒരു പേടി പോലെ. ആരെങ്കിലും അറിയുന്നതിന് മുൻപ് തന്നെ കിട്ടാവുന്ന അത്രയും പണം എടുത്ത് നമുക്ക് വണ്ടി വിടണം എന്നൊക്കെ പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, ശ്രുതി നമ്മുടെ കമ്പനിയെ രക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ തട്ടിപ്പിൽ പെട്ടേനെ അല്ലേ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ എങ്ങനെ നിൽക്കാട്ടോ. ശ്രുതിക്ക് എന്തായാലും ഇതിനു വേണ്ടി നമുക്കൊരു ട്രീറ്റ് കൊടുക്കണം അല്ലേ ചേട്ടാ എന്നും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വീണ്ടും ആകാശ് പറയുന്നുണ്ട്, ചേട്ടൻ ശ്രുതിയും കുട്ടി വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയാണേ. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ അശ്വിനെ നോക്കുന്നുണ്ട്. അശ്വിനൊന്നും മിണ്ടാതെ ഇരിക്കാട്ടോ. അപ്പോൾ ശ്രുതി എന്നാക്കിയിട്ട്, ഫേക്ക് കമ്പനി ആയിട്ട് ഡീല് വെച്ചതിന് നാണക്കേട് തോന്നുന്നുണ്ടാവല്ലേ
സാരമില്ല, എത്ര ബുദ്ധിമാരാണെങ്കിലും അബദ്ധമൊക്കെ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങളോട് ആ സമയത്ത് അവരെ കുറിച്ച് പറയാതിരുന്നത് എന്താണെന്നറിയാവോ? അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാ. ഞാൻ അവരോട് ബിസിനസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവരവിടെ തന്നെ നിന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡീൽ ഒപ്പിട്ട് പോയേനെ. അതെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാട്ട് ദ ഹെൽ എന്ന് ലൈവായിട്ട് കേൾക്കാത്തതുകൊണ്ട് എന്തോ പോലെ എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ശ്രുതി മൊത്തം ഒരാക്കലാണ് കേട്ടോ അശ്വിനെ വെച്ചിട്ട്. എന്നോട് ദേഷ്യപ്പെട്ടിട്ടും വഴക്കിട്ടിട്ടും ഒരു കാര്യമില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായേനെ അല്ലേ? മാത്രല്ല തട്ടിപ്പുകാരുമായിട്ട് ഡീൽ ഒപ്പിട്ടതിന്റെ നാണക്കേട് അത് വേറെ തന്നെ. അതിന്റെ പേരിൽ പോലീസ് കേസ്, കോടതി, എല്ലാത്തിനും ഞാൻ കാരണം രക്ഷപ്പെട്ടില്ലേ. എന്നോട് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയാം. ആവശ്യമില്ലാതെ എന്നോട് വഴക്കിട്ടതിന് നിങ്ങൾക്ക് ക്ഷമയും ചോദിക്കാം. അതൊക്കെ അശ്വിൻ സാറിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിന്റെ കൈ പിടിക്കുമ്പോൾ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇടാണ്. നാളെയാണെങ്കിലും ഇറക്കി വിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്